ആടുജീവിതത്തിലെ നജീബിനെ ഒരു തവണ കണ്ടവർക്ക് മനസ്സിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റുമോ? ഇല്ല. കാരണം കണ്ടവരുടെയും കേട്ടവരുടെയും മനസ്സ് ചുട്ടുപൊള്ളിച്ചാണ് പൃഥ്വിരാജ് എന്ന നടൻ ഓരോരുത്തരെയും മടക്കിയത്. കണ്ണീർ ധാരയായി ഒഴുകിയവരുണ്ട്, പിടിച്ചു നിർത്തിയവരുണ്ട്, എവിടെയോ എന്തോ വിഷമം കൊണ്ട് മുറിവേറ്റവരുണ്ട്. ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ആ മനുഷ്യനല്ലാതെ വേറെ ആരാണ് ഈ അംഗീകാരത്തിന് ഏറ്റവും അർഹനായിട്ടുള്ളത്? മരുഭൂമിയിലെ ചൂടും മേലും മുഴുവൻ പറ്റിപ്പിടിച്ച് കൊള്ളുന്ന മണലും ഇതിനിടയിൽ പെട്ടുപോകുന്ന നജീബും കണ്ടിരിക്കുന്നവരുടെ പോലും തൊണ്ട വരളുന്ന ഒരു തുള്ളി വെള്ളം കുടിക്കണമെന്ന് തോന്നിപ്പോകുന്ന സാഹചര്യം വന്നാൽ പൃഥ്വിരാജിനെ അല്ലാതെ ആരെ മികച്ച നടനെന്ന് വിളിക്കും? മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം വായിക്കപ്പെടുന്ന സാഹിത്യകാരനായ ബെന്യാമിന്റെ ആടുജീവിതത്തെ ആധാരമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം. മണലാരണ്യങ്ങളിൽ ചിന്തിയ കണ്ണീരിന്റെ കഥ പറയുമ്പോൾ പൃഥ്വിരാജിനല്ലാതെ ആർക്കാണ് ഇത് ചെയ്യാൻ കഴിയുക? മലയാളത്തിലെ ഏറ്റവും അധികം നാളുകൾ ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിൽ ഒന്നാണ് ആടുജീവിതം. 4.5 വർഷം നീണ്ടുനിന്ന ചിത്രീകരണം കഴിഞ്ഞ വർഷം ജൂലൈ 14-നാണ് അവസാനിച്ചത്. 2018 മാർച്ചിലാണ് ബ്ലസ്സിയുടെ സംവിധാനത്തിൽ ആടുജീവിതത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചത്. പത്തനംതിട്ടയിലായിരുന്നു തുടക്കം. പിന്നീട് പാലക്കാട്ടും കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചു. അതേ വർഷം ജോർദാനിലും ചിത്രീകരണം നടന്നു. അവിടെ 30 ദിവസത്തോളം വർക്കുണ്ടായിരുന്നു. അതിനുശേഷം 2019 ജോർദാനിലേക്ക് പോകാൻ പദ്ധതിയിട്ടെങ്കിലും പൃഥ്വിരാജിന്റെ ഡേറ്റ് ക്ലാഷ് കാരണം ഷൂട്ടിംഗ് മാറ്റിവെച്ചു. പിന്നീട് 2020-ലാണ് ജോർദാനിലെത്തുന്നത്. അത്തവണ അൾജീരിയ ഷെഡ്യൂൾ കൂടി പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് 65 ദിവസത്തോളം ബ്ലസ്സിയും സംഘവും ജോർദാനിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. 2.5 മാസത്തിന് ശേഷം 2020 മെയ് 22-നാണ് സംഘം പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിയത്. അതിനിടെ സിനിമയുടെ പ്രധാന ഭാഗങ്ങൾ ജോർദാനിൽ ചിത്രീകരിച്ചിരുന്നു. ജോർദാനിലെ ഷെഡ്യൂൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരുന്നു സംഘത്തിന്റെ മടക്കം. പിന്നീട് 1 വർഷം കോവിഡ് കാരണം ഷൂട്ടിംഗ് നടന്നില്ല. അതിനിടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. 2022 മാർച്ച് 16-ന് സഹാറ, അൾജീരിയ എന്നിവിടങ്ങളിൽ ചിത്രീകരണത്തിന് 2ാം ഘട്ടം തുടങ്ങി. മാർച്ച് 31-ന് പൃഥ്വിരാജ് ലൊക്കേഷനിലെത്തി. കോവിഡ് പശ്ചാത്തലത്തിൽ ജോർദാനിൽ കർഫ്യൂ പ്രഖ്യാപിച്ചത് ചിത്രീകരണത്തിന് തടസ്സപ്പെടുത്തിയിരുന്നു. ഏപ്രിൽ 1-ന് നിർത്തിവെച്ച ചിത്രീകരണം പിന്നീട് ഏപ്രിൽ 24-ന് ജോർദാനിലെ വാദിറാമിലാണ് ആരംഭിച്ചത്. 40 ദിവസം സഹാറ മരുഭൂമിയിലും 35 ദിവസത്തോളം ജോർദാനിലെ വാദിറാമിലുമാണ് ചിത്രീകരണം നടന്നത്. ജൂൺ 16-ന് പൃഥ്വിരാജ് തിരികെ നാട്ടിലെത്തി.